കത്തോലിക്ക വിശ്വാസം എന്ന പ്രഭാഷണ പരമ്പരയിലെ 30ാമത്തെ വീഡിയോ ആണ് ഇത്. കത്തോലിക്കരുടെ ആത്മീയ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വലിയ ഒരു സ്ഥാനമാണ് ഉള്ളത്. വിശുദ്ധ കുർബാന യേശുവിന്റെ കാൽവരിയാഗത്തിന്റെ ആവർത്തനമാണെന്ന് കത്തോലിക്കർ വിശ്വസിക്കുന്നു. അതുപോലെ വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും യേശുവിന്റെ യഥാർത്ഥ ശരീര രക്തങ്ങളാണെന്നും വിശ്വസിക്കുന്നു. ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുവാൻ പോകുന്നത്. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ നമുക്ക് ആരംഭിക്കാം. അതായത് ഒരു സ്ഥലത്ത്, ഒരു ടൗണിൽ ഒരാള് കേക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി പണിതു. പിന്നെ ആ ഫാക്ടറിയുടെ ഉദ്ഘാടനം, ഇനോഗ്രേഷൻ ആണ്. നിരവധി വിശിഷ്ട അതിഥികളെ ക്ഷണിച്ചിരുന്നു. നിങ്ങളെയും അക്കൂട്ടത്തിൽ ക്ഷണിച്ചിരുന്നു എന്ന് സങ്കല്പിച്ചു കൊള്ളുക. അങ്ങനെ ഫാക്ടറിയുടെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടനം കഴിഞ്ഞയുടനെ കുറച്ചധികം കേക്കുകൾ ആ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. ചടങ്ങിൽ സംബന്ധിക്കുവാൻ എത്തിയ ഓരോരുത്തർക്കും ഓരോ കേക്ക് വീതം ഉടമസ്ഥൻ നൽകി. നിങ്ങൾക്കും കിട്ടി ഒരു കേക്ക്. അത് കഴിച്ചിട്ട് നിങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോരുകയും ചെയ്തു. ഇവിടെ നടന്നത് ഒരു ചരിത്ര സംഭവമാണ്. അതായത് ഒരു കേക്ക് ഫാക്ടറിയുടെ ഉദ്ഘാടനം, ഇനോഗ്രേഷൻ എന്ന ആ ചരിത്ര സംഭവം. നമുക്കിതിനെ ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് തൽക്കാലം വിളിക്കാം. ഇനി ഒരാഴ്ച കടന്നുപോയി. നിങ്ങളുടെ അടുത്തു തന്നെയുള്ള മറ്റൊരു ടൗണിൽ ഒരു ഭക്ഷ്യമേള, ഫുഡ് എക്സിബിഷൻ സംഘടിപ്പിക്കപ്പെട്ടു. നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഫാക്ടറിയുടെ ഉടമസ്ഥൻ, അവരും വന്നിരുന്നു ഈ ഭക്ഷ്യമേളയിൽ. അവരുടെ ഒരു സ്റ്റാളും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ടായിരുന്നു എന്ന് കരുതുക. അവിടെ വെച്ച് ഈ ഒരാഴ്ച മുമ്പ് നടന്ന ആ ഫാക്ടറിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഒരു വീഡിയോ പ്രദർശിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ ആ വീഡിയോ കണ്ടു. പിന്നെ ഈ വീഡിയോ പ്രദർശനം കഴിഞ്ഞ ഉടനെ ഒരാഴ്ച മുമ്പ് ആ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന കേക്കുകളിൽ ഓരോന്ന് വീതം അവിടെ കൂടിയിരുന്ന ഓരോരുത്തർക്കും നൽകപ്പെടുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ ഭക്ഷ്യമേളയിൽ വെച്ച് നടന്നത് ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന്റെ ഒരു ഓർമ്മ പുതുക്കലാണ്. എന്നാൽ അത് കേവലം ഒരു ഓർമ്മ പുതുക്കൽ മാത്രമാണ് എന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഉദ്ഘാടനത്തെ തുടർന്ന് ആ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച ആ കേക്കുകൾ ഈ ചടങ്ങിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഓരോന്ന് വീതം നൽകപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഇത് കേവലം വെറും ഒരു ഓർമ്മ പുതുക്കൽ മാത്രവുമല്ല. ഈ ഭക്ഷ്യമേളയിൽ വെച്ച് നടന്ന ഈ ചടങ്ങിനെ നമ്മൾ ഉപമിക്കേണ്ടത് കുദാശ അല്ലെങ്കിൽ സാക്രമെന്റ് അതിനോട് ആണ്. ഇനി ഒരു മാസം കടന്നുപോയി. ഫാക്ടറിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ ഒരു വീഡിയോ നിങ്ങൾ വീട്ടിലിരുന്ന് കാണാൻ ഇടയായി. എന്നാൽ ആരും പ്രത്യേകിച്ച് കേക്കൊന്നും നിങ്ങൾക്ക് തന്നുമില്ല. അപ്പോൾ ഈ നടന്നത് ഫാക്ടറിയുടെ ഉദ്ഘാടനത്തിന്റെ കേവലം ഒരു ഓർമ്മ പുതുക്കൽ മാത്രമാണ്. അതായത് ഒരു മെമ്മറി മാത്രമാണ്. അപ്പോൾ ചരിത്രം, കുദാശ, ഓർമ്മ, അതായത് ഹിസ്റ്ററി, സാക്രമെന്റ്, മെമ്മറി, ഇവ മൂന്നും തമ്മിലുള്ള വ്യത്യാസം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് കരുതുന്നു. നമുക്ക് അർഹത ഇല്ലാതിരുന്നിട്ടും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്തു തരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ബൈബിളിൽ കൃപാവരം അല്ലെങ്കിൽ ഗ്രേസ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന ദൈവിക ജീവനെ സൂചിപ്പിക്കുവാനും ഇതേ പദം തന്നെ ഉപയോഗിക്കുന്നു. നമ്മുടെ ആദി മാതാപിതാക്കളായ ആദവും ഹവ്വായും ദൈവം വിലക്കിയിരുന്ന വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചു. മനുഷ്യവംശത്തിന്റെ ഏകത്വം മൂലം ആദി മാതാപിതാക്കൾ ചെയ്ത ഈ ആദ്യപാപത്തിൽ അവരുടെ സന്തതി പരമ്പരയായ മനുഷ്യവംശം മുഴുവൻ പങ്കുപറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ബൈബിളിന്റെ മാനദണ്ഡം.
ഇക്കാരണത്താല് ആദി മാതാപിതാക്കളുടെ ആദ്യ പാപത്തെ തുടർന്ന് ദൈവവും മനുഷ്യവംശവും തമ്മിൽ വലിയ ഒരു വിടവ്, ഗ്യാപ്പ് ഉണ്ടായി. മനുഷ്യവംശത്തിന്റെ പാപങ്ങളുടെ പരിഹാരാർത്ഥം യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായി ദൈവനീതിയെ തൃപ്തിപ്പെടുത്തി. ആദ്യ പാപത്തെ തുടർന്ന് മനുഷ്യവംശവും ദൈവവും തമ്മിലുണ്ടായ ആ വിടവ് നികത്തപ്പെടുന്നത് യേശുവിന്റെ കുരിശുമരണത്തിലൂടെയാണ്. ആദ്യ പാപത്തിന് ശേഷം യേശുവിന്റെ കുരിശിലെ യാഗത്തെ അടിസ്ഥാനമാക്കിയല്ലാതെ മനുഷ്യവംശത്തിന് യാതൊരുവിധ കൃപകളും ദൈവം നൽകുന്നില്ല. അതായത് യേശു കുരിശിൽ മരിച്ചപ്പോൾ മനുഷ്യവംശത്തിന്റെ മേൽ കൃപാവരത്തിന്റെ ഒരു വാതിൽ തുറക്കപ്പെട്ടു. ഇനി യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ, അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ അല്ലെങ്കിൽ കർമ്മം നടക്കുന്നു എന്ന് കരുതുക. ഇതിൽ പങ്കെടുത്തവർക്ക് യേശുവിന്റെ കുരിശുമരണത്തിലൂടെ സാധ്യമായ കൃപ ദൈവം നൽകുകയും ചെയ്തു എന്നും കരുതുക. അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷയെ അല്ലെങ്കിൽ കർമ്മത്തെ നമ്മൾ ഒരു സാക്രമെന്റ് അല്ലെങ്കിൽ കുദാശ എന്ന് വിളിക്കുന്നു. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു കുദാശ അല്ലെങ്കിൽ സാക്രമെന്റ് ആണ്. വിശുദ്ധ കുർബാനയില് നിരവധി പ്രാർത്ഥനകളുണ്ട്. എങ്കിലും അതിലെ ഏറ്റവും പ്രധാന ഭാഗം എന്ന് പറയുന്നത് യേശുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. എന്നാൽ ഇത് കേവലം ഒരു ഓർമ്മ പുതുക്കൽ മാത്രമല്ല. കാരണം യേശുവിന്റെ കുരിശുമരണത്തിലൂടെ സാധ്യമായ കൃപ അല്ലെങ്കിൽ കൃപാവരം ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നവർക്ക് ദൈവം നൽകുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഒരു സാക്രമെന്റ് അല്ലെങ്കിൽ കുദാശയാണ്. വിശുദ്ധ കുർബാന യേശുവിന്റെ കാൽവരി യാഗത്തിന്റെ ആവർത്തനം അല്ലെങ്കിൽ പുനരവതരണം ആണ്. എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യേശുവിന്റെ കുരിശുമരണത്തിന്റെ ചരിത്രപരമായ ആവർത്തനം അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ റിപ്പീറ്റേഷൻ അല്ല വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. പിന്നെയോ വിശുദ്ധ കുർബാന യേശുവിന്റെ കുരിശുമരണത്തിന്റെ കൗദാശികമായ ഓർമ്മ പുതുക്കൽ അല്ലെങ്കിൽ കൗദാശികമായ പുനരവതരണം ആണ്. അതായത് സാക്രമെന്റൽ റിപ്പീറ്റേഷൻ ആണ്, ഹിസ്റ്റോറിക്കൽ റിപ്പീറ്റേഷൻ അല്ല. ചരിത്രത്തിൽ യേശു ഒരിക്കൽ മാത്രം ക്രൂശിക്കപ്പെട്ടു. വിശുദ്ധ കുർബാന യേശുവിന്റെ കാൽവരി യാഗത്തിന്റെ ചരിത്രപരമായ ആവർത്തനം, അതായത് ഹിസ്റ്റോറിക്കൽ റിപ്പീറ്റേഷൻ അല്ല. വിശുദ്ധ കുർബാന യേശുവിന്റെ കാൽവരി യാഗത്തിന്റെ കൗദാശികമായ ആവർത്തനം, അതായത് സാക്രമെന്റൽ റിപ്പീറ്റേഷൻ ആണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, അതായത് കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, അതിൽ നിന്നുള്ള 2 ഭാഗങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ കുർബാന ഒരു ബലിയാണ്. കാരണം അത് കുരിശിലെ ബലിയെ വീണ്ടും സന്നിഹിതമാക്കുന്നു. അത് കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ്. അത് കുരിശിലെ ബലിയുടെ ഫലം പ്രയോഗത്തിൽ വരുത്തുന്നു. സ്ഥാപന വിവരണത്തിൽ ക്രിസ്തുവിന്റെ വാക്കുകളുടെയും പ്രവൃത്തിയുടെയും ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ക്രിസ്തുവിന്റെ ശരീരത്തെയും രക്തത്തെയും, അതായത് ഒരിക്കൽ എന്നേക്കുമായി കുരിശിലർപ്പിച്ച യാഗത്തെ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യങ്ങളിൽ കൗദാശികമായി സന്നിഹിതമാക്കുന്നു. അതായത് വിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ കാൽവരി യാഗത്തിന്റെ ആവർത്തനമാണ്. എന്നാൽ ചരിത്രപരമായ ആവർത്തനം, ഹിസ്റ്റോറിക്കൽ റിപ്പീറ്റേഷൻ അല്ല. പിന്നെയോ കൗദാശികമായ ആവർത്തനം, സാക്രമെന്റൽ റിപ്പീറ്റേഷൻ ആണ്. അതായത് യേശുവിന്റെ കാൽവരി യാഗത്തിലൂടെ നൽകപ്പെടുന്ന ആ കൃപ, അത് ഓരോ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇനി കത്തോലിക്കർ വിശ്വസിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും യേശുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവുമാണ് എന്നാണ്. ഇതേക്കുറിച്ച് കൂടി അല്പം വിശദീകരിക്കട്ടെ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു വചനഭാഗം ആദ്യം പരിശോധിക്കാം. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും
എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇവിടെ ഈ വചനഭാഗത്തെ ഞാൻ എ എന്നും ബി എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. എ എന്ന വചനഭാഗത്തിന്റെ നേരെ തുടർച്ചയാണ് ബി എന്ന വചനഭാഗം. ഈ എ എന്ന വചനഭാഗത്ത് യേശു പറയുന്നത് ഇതാണ്: എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം: എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്, ഇവ ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് യേശു പറയുമ്പോൾ യേശു അത് തൻ്റെ ഭൗതിക ശരീരത്തിലെ മാംസവും രക്തവും അല്ല ഉദ്ദേശിക്കുന്നത്. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ തൻ്റെ സ്വന്തം ഭൗതിക ശരീരത്തിലെ, അതായത് ഫിസിക്കൽ ബോഡി, അതിലെ ഇറച്ചിയും ചോരയും അല്ല യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യം ഒരു കോമൺ സെൻസിന്റെ സഹായത്തോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കാരണം ഈ വചനം പറഞ്ഞു കഴിഞ്ഞിട്ടും യേശുവിന്റെ ഒരു ശിഷ്യനും യേശു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുവിന്റെ ശരീരത്തിലെ മാംസം ഭക്ഷിക്കുകയോ ശരീരത്തിലെ രക്തം കുടിക്കുകയോ ചെയ്തില്ല. ശിഷ്യന്മാരെന്നല്ല, യേശുവിന്റെ ഈ വചനം കേട്ട ഒരു മനുഷ്യൻ പോലും അപ്രകാരം ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും: ഈ എ എന്ന ഈ വചനഭാഗത്ത് ശരീരം രക്തം എന്നത് വഴി യേശു ഉദ്ദേശിക്കുന്നത് തൻ്റെ സ്വന്തം ശരീരത്തിലെ മാംസമോ രക്തമോ, അതായത് ഇറച്ചിയോ ചോരയോ അല്ല. പിന്നെ എന്താണ് ഈ ശരീരം രക്തം എന്നത് വഴി യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം വിവരിക്കുന്ന ആ വചനഭാഗം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. യേശു തന്റെ കുരിശുമരണത്തിന് മുമ്പ് ശിഷ്യന്മാരോടൊത്ത് അവസാനത്തെ അത്താഴം ഭക്ഷിക്കുന്നതിന്റെ വിവരണം നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഇവിടെ യേശു വിശുദ്ധ കുർബാന അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷ സ്ഥാപിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു വചനഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു: വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു: നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഇവിടെ ഈ അന്ത്യത്താഴ വേളയിൽ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് പറയുന്നു: ഇത് എന്റെ ശരീരമാണ്. അതുപോലെ വീഞ്ഞ് ആശീർവദിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു: ഇത് എന്റെ രക്തമാണ്. അതായത് ഇവിടെ ഗോതമ്പപ്പം അത് തന്റെ ശരീരമാണെന്ന് യേശു പറയുന്നു. അതുപോലെ വീഞ്ഞ് തന്റെ രക്തമാണെന്നും യേശു പറയുന്നു. ഈ ഗോതമ്പപ്പവും വീഞ്ഞും ശിഷ്യന്മാര് ഭക്ഷിച്ചു. തുടർന്ന് സഭയുടെ 2000 കൊല്ലത്തെ ചരിത്രം പരിഗണിക്കുമ്പോൾ വിശ്വാസികളും ഇത് ഭക്ഷിക്കുന്നു. ഇനി നമുക്ക് കുറച്ചു മുമ്പ് കണ്ട ആ വചനഭാഗത്തേക്ക്, അതായത് യോഹന്നാന്റെ സുവിശേഷത്തിലെ ആ വചനഭാഗത്തേക്ക് മടങ്ങിപ്പോകാം. ഈ എ എന്ന വചനഭാഗം കുറച്ചു മുമ്പ് നമ്മൾ വായിച്ചതായിരുന്നു. ഞാൻ ഒന്നുകൂടെ വായിക്കാം. യേശു പറഞ്ഞു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഈ എ എന്ന വചനഭാഗത്ത് ശരീരം രക്തം എന്നതുവഴി ക്രിസ്തു ഉദ്ദേശിക്കുന്നത് തന്റെ സ്വന്തം ശരീരത്തിലെ മാംസവും രക്തവും അല്ല. പിന്നെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തില് തിരുവത്താഴ ശുശ്രൂഷ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന വചനം കണ്ടിരുന്നു. അവിടെ യേശു ഗോതമ്പപ്പവും വീഞ്ഞും അത് തന്റെ ശരീരവും രക്തവുമാണെന്ന് പറയുന്നു. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതായത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇവിടെ തന്നിരിക്കുന്ന എ എന്ന വചനഭാഗത്ത് ശരീരം രക്തം എന്നതുവഴി യേശു ഉദ്ദേശിക്കുന്നത്
വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും ആണ്. എ എന്ന ഈ വചനഭാഗത്തിന്റെ തുടർച്ചയാണ് ബി എന്ന വചനഭാഗം. അവിടെ പറഞ്ഞിരിക്കുന്നു, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അതായത് ഈ ബി എന്ന വചനഭാഗത്ത് യേശു ഉദ്ദേശിക്കുന്നത് ഇതാണ്: വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുന്നവനിൽ യേശു ജീവിക്കുന്നു. എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണവും എന്റെ രക്തം യഥാർത്ഥ പാനീയവും ആണെന്ന് യേശു പറയുന്നു. ശരീരം, രക്തം എന്നിവ വഴി യേശു ഇവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും ആണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കും എന്ന് യേശു പറയുന്നു. അതായത് വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും ഭക്ഷിക്കുന്നവനിൽ യേശു വസിക്കുന്നു അഥവാ ജീവിക്കുന്നു. ഇതിൽ നിന്നും വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും യഥാർത്ഥ ക്രിസ്തു തന്നെയാണ് എന്ന കാര്യം വ്യക്തമാണ്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും അത് കേവലം ഗോതമ്പപ്പവും കേവലം മുന്തിരിയും അല്ല, പിന്നെയോ അത് ക്രിസ്തു തന്നെയാണ്. അതായത് ക്രിസ്തു എന്ന ആളുമായി ബന്ധപ്പെട്ട ആ കൃപകൾ അത് വിശുദ്ധ കുർബാനയിലെ അപ്പത്തിലും വീഞ്ഞിലും ഉണ്ട്. വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും കേവലം പ്രതീകങ്ങൾ മാത്രമല്ല, പിന്നെയോ ഈ അപ്പവും വീഞ്ഞും അത് യഥാർത്ഥത്തിലുള്ള ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ആ കൃപകളെല്ലാം ഈ കുർബാനയിലെ അപ്പവും വീഞ്ഞുമായി ബന്ധപ്പെട്ട് ഉണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഒരു വ്യക്തിയിലെ ജീവനെ സൂചിപ്പിക്കാനാണ് ശരീരവും രക്തവും എന്ന പദം ഉപയോഗിക്കുന്നത്. അതിനാൽ മറ്റൊരു വാക്കിൽ പറയുമ്പോൾ വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും യേശുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവും തന്നെയാണ്. രാസപരമായി, അതായത് കെമിക്കലി, വിശുദ്ധ കുർബാന ഗോതമ്പപ്പവും മുന്തിരി വീഞ്ഞുമാണ്. എന്നാൽ കൗദാശികമായി, അതായത് സാക്രമെന്റലി, വിശുദ്ധ കുർബാന യേശുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവുമാണ്. ഇനി നിങ്ങൾ ഒരു സംശയം ഉന്നയിച്ചേക്കാം. അതായത് വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും യഥാർത്ഥ ക്രിസ്തു തന്നെയാണെങ്കിൽ ഇത് സ്വീകരിക്കുന്ന എല്ലാവരിലും അതിനനുസരിച്ചുള്ള ഒരു മാറ്റം കാണപ്പെടുന്നില്ലല്ലോ എന്ന്. ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ ഇതിനുള്ള ഉത്തരം പറയാം. അതായത് മാമ്പഴം അത് നമുക്കേവർക്കും ഇഷ്ടമുള്ള ഒരു പഴമാണ്. വളരെ പോഷക സമൃദ്ധി ഉള്ള ഒരു പഴം. അത് കഴിച്ചാൽ ശരീരത്തിന് നിരവധി പ്രയോജനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ കടുത്ത പ്രമേഹ രോഗമുള്ള ഒരു മനുഷ്യൻ മാമ്പഴം കഴിക്കുന്നു എന്ന് കരുതുക. അത് അയാൾക്ക് ദോഷം മാത്രമേ വരുത്തുകയുള്ളൂ. ഇവിടെ മാമ്പഴത്തിന്റെ കുറ്റം കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത്, പിന്നെയോ ഇത് കഴിക്കുന്ന ആളുടെ ആ തെറ്റായ ശാരീരിക അവസ്ഥ നിമിത്തമാണ്. അതായത് വിശുദ്ധ കുർബാന യേശുവിന്റെ യഥാർത്ഥ ശരീരവും രക്തവും തന്നെയാണ്, അതല്ലെങ്കിൽ അത് യഥാർത്ഥ ക്രിസ്തു തന്നെയാണ്. എന്നാൽ ഈ അപ്പവും വീഞ്ഞും സ്വീകരിക്കുന്ന വ്യക്തിയുടെ ആത്മീയ അവസ്ഥ തെറ്റായിട്ടുള്ള ഒന്നാണെങ്കിൽ അത് അയാൾക്ക് ദോഷം വരുത്തുന്നു. അതായത് പ്രമേഹ രോഗി മാമ്പഴം കഴിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന് അത് ദോഷം വരുത്തുന്നത് പോലെ. ചരിത്രത്തിലെ ആദ്യത്തെ വിശുദ്ധ കുർബാന സ്വീകരണം അത് നൽകിയത് ക്രിസ്തുവാണ്, സ്വീകരിച്ചത് യൂദാസാണ്. ഈ കുർബാനയപ്പം അത് സ്വീകരിച്ച ഉടനെ യൂദാസിൽ സാത്താൻ പ്രവേശിച്ചതായിട്ടാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. ഇത് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും കുഴപ്പം കൊണ്ടല്ല, പിന്നെയോ യൂദാസിന്റെ തെറ്റായ ആത്മീയ അവസ്ഥ മൂലമാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും അത് യഥാർത്ഥ ക്രിസ്തു തന്നെയാണ്. അതിനാൽ അയോഗ്യതയോടെ നമ്മൾ ഈ അപ്പവും വീഞ്ഞും സ്വീകരിക്കാനായിട്ട് പാടില്ല. കുറെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് കത്തോലിക്ക ദേവാലയങ്ങളിൽ ഞായറാഴ്ചകളിൽ പോലും കുറച്ച് ആളുകൾ മാത്രമേ വിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നുള്ളൂ.
എന്നാൽ ഈ കരിസ്മാറ്റിക് നവീകരണത്തിന്റെയൊക്കെ വരവോടെ ഇപ്പോൾ പള്ളിയിൽ വരുന്ന എല്ലാവരും തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കും. എന്നാൽ ഇത് വേണ്ടത്ര യോഗ്യതയോടെയാണോ അവർ ചെയ്യുന്നത്? ഇക്കാര്യത്തിൽ സംശയമുണ്ട്. വിശുദ്ധ കുർബാന അയോഗ്യതയോടുകൂടി സ്വീകരിക്കുന്നത് എത്ര തെറ്റായ ഒരു കാര്യമാണെന്ന് പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസുകാർക്കുള്ള 1-ാമത്തെ ലേഖനത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ആയിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. അതായത് വിശുദ്ധ കുർബാനയിലെ അപ്പവും വീഞ്ഞും അത് അയോഗ്യതയോടെ ഭക്ഷിക്കുന്നത് വലിയ ഒരു പാവമായിട്ടാണ് പൗലോസ് അപ്പസ്തോലൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ വേണ്ടത്ര ഒരുക്കത്തോടുകൂടി മാത്രമേ നമ്മൾ കുർബാന സ്വീകരിക്കാനായിട്ട് പാടുള്ളൂ. ഏതെങ്കിലും ഗൗരവമേറിയ പാപം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കുമ്പസാരിച്ച് പാപക്ഷമ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ കുർബാന കൈക്കൊള്ളാനായിട്ട് പാടുള്ളൂ. അതല്ലെങ്കിൽ ഈ കുർബാന സ്വീകരണം നമുക്ക് ഗുണത്തേക്കാൾ ഉപരി ഏറെ ദോഷം വരുത്തി വയ്ക്കുന്ന ഒന്നായിരിക്കും. ഇക്കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം.